ഹായ്, എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് സമ്മാനിക്കുന്ന ഒരു കാലം അല്ലേ. പിന്നെ മ്യൂസിക്, അത് മ്യൂസിക് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ ആ വേർഡിൽ തന്നെ ഒരു മ്യൂസിക്കാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു മ്യൂസിക് ഫാമിലിയാണ്. ശ്രുതിയമ്മ, ലയമച്ഛൻ. ഇനി ബാക്കി ഞാൻ പാടി അതിൻ്റെ ഒരു ഭംഗിയും ഞാൻ കളയുന്നില്ല. എൻ്റെ അടുത്തുകൂടെ പോലും മ്യൂസിക് പോയിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാനത് പാടുന്നില്ല. ഇവിടെ അതൊക്കെ പാടാനുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ഈ മലയാളിക്ക് ഏറ്റവും വളരെയധികം ഈ ജോഗ് എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാനി രാഗത്തിൽ ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു കോമ്പോസിഷനാണിത്. ഈ കോമ്പോസിഷൻ അതുപോലെ ഭംഗിയുള്ള ആ ജോഗ് രാഗത്തിലെ പോലെ തന്നെ അതൊരു ഫില്ലിംഗ് ആയിട്ടുള്ള രാഗമാണ്. അപ്പം അതുപോലെ വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള അത്രയും നല്ലൊരു ചിയർഫുള്ളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു മ്യൂസിക് ഫാമിലി. ശ്രുതി അമ്മയും ലയം അച്ഛനും ഒരു സംഗീതത്തിൻ്റെ എംബോഡിമെൻ്റ് ആയിട്ടുള്ള ഒരു മകളും ഒക്കെയുള്ള നല്ലൊരു ഫാമിലി. അതാരാന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ട സുജാത ചേച്ചിയും ശ്വേതയും മോഹൻചേട്ടനും. ഇന്ന് നമുക്ക് അവരെ പരിചയപ്പെടാം. അവരുടെ ഫാമിലിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഒരല്പം സമയം അവരോടൊപ്പം. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം എനിക്ക് ഭയങ്കര ഇൻഫെക്ഷനായിട്ടിരിക്കുകയാണ്. ദേ ഹാവ് കം ഓൾ ദ വേ ഫ്രം കേരള ഞങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി. സോ എനിക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഈ ശബ്ദത്തിൽ എൻ്റെ ഇൻ്റർവ്യൂ കേൾക്കേണ്ടി വരും. പ്ലീസ് ബെയർ വിത്ത് മീ, ലിവ് വിത്ത് അസ്. അപ്പം ശ്വേത ഇപ്പം ചെന്നൈയിൽ അറിയപ്പെടുന്ന മ്യൂസീഷ്യനായിട്ട് മാറിയിരിക്കുകയാണല്ലോ. നവംബർ ഫെസ്റ്റിലൊക്കെ, ഹിന്ദു നവംബർ ഫെസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ സീസണിൻ്റെ ഒരു പാരലായിട്ട് മോഡേൺ ഇതിൽ പോകുന്ന ഏറ്റവും നല്ലൊരു ഇതാണ്. അതിനകത്ത് ശ്വേത പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ആദ്യം കൺഗ്രാജുലേഷൻസ്. അതും വലിയ വലിയ മ്യൂസീഷ്യൻസിൻ്റെ കൂടെയൊക്കെ വന്നു. അതൊക്കെ ഭയങ്കര എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ആദ്യം ശ്വേത പാടിയപ്പോൾ സുജാ ചേച്ചി എന്നെ ഒരു വർഷം വിളിച്ച് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ശ്വേത സുജാ ചേച്ചിയെക്കാളും നന്നായിട്ട് പാടുന്നു. അന്ന് ഭയങ്കര സന്തോഷമായി സുജാ ചേച്ചിക്ക് അല്ലേ. ഭയങ്കര സന്തോഷം. എനി പേരൻറ്റ് അതല്ലേ അവരുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം. ഏതൊരു അമ്മയുടെയും അല്ലേ, അച്ഛൻ്റെയും അതെ, ഡെഫിനറ്റ്ലി. അപ്പം ശ്വേത ഇതൊക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുക, അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ആഗ്രഹങ്ങളൊക്കെ. ശ്വേതയുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ശ്വേത പാടും. അതെങ്ങനെ അങ്ങനെ നമുക്കിത് തുടങ്ങാം. ശ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇനിയൊരു 3 weeks ടൈമിൽ എൻ്റെ കല്യാണമാണ്. അപ്പോൾ ഐ തിങ്ക് അതിന് മുമ്പേ ഉള്ള ഫൈനൽ ഇൻ്റർവ്യൂ ഇതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക. അപ്പോൾ മേ ബി വൺ സ്മോൾ ഡെഡിക്കേഷൻ ടു അശ്വിൻ. പ്രിയനു മാത്രം ഞാൻ തരും മധുരം ഈ പ്രണയം, കരളിനേഴകിൽ തൊടും കവിത ഈ പ്രണയം, അതിലൂടെ മീണമൊഴുകും പവിഴമുന്തിരികൾ പൂക്കും എൻ്റെ പ്രിയനു മാത്രം ഞാൻ തരും മധുരം ഈ പ്രണയം. താങ്ക് യു. അത് പറയാനേ ഇല്ല. ശ്വേത ശബ്ദം തന്നെ എനിക്ക് തോന്നുന്നു അത്ര റേഞ്ചുള്ള ഒരു ന്യൂ സിംഗേഴ്സിൽ ഇപ്പം പുതിയ ഇതിൽ വന്നിരിക്കുന്നത് ഇത്ര റേഞ്ചായിട്ട് ശ്വേത എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ശ്വേത നല്ലൊരു വിദ്യക്കൊരു എക്സ്ട്രാ സ്നേഹമുണ്ട്. കുറേ വർഷമായിട്ട് ചേച്ചിനെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ആ സ്നേഹം തീർച്ചയായിട്ടും. ശ്വേത എനിക്ക് ഒരു പക്ഷേ എനിക്കും ഒരു മോളെ പോലെ തന്നെയാണെന്ന് പറയാം. അത്രയുള്ളൂ. പിന്നെ ചേച്ചി, ചേച്ചിയുടെ എനിക്ക് പഴയ ആൽബമൊക്കെ രാധാസേട്ടൻ്റെ കൂടെ തരംഗിണിയിലൊക്കെ പാടിയ പാട്ടുകൾ, അതിലെനിക്ക് ആർദ്രഗീതങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാസറ്റ് ഇപ്പം CD ഒക്കെ വന്നിട്ടുണ്ട്. ജെറി മാസ്റ്ററിൻ്റെ കെ ജയകുമാറിൻ്റെ ലൈൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് 2 സോങ്സ് ഭയങ്കര ഇഷ്ടപ്പെടും. 2 സുജാചിയുടെ നല്ലൊരു, ഒന്ന് ഗിരിധര നന്ദകുമാര എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ സോങ്. റൈറ്റ് നൗ ഐ എം സോ സോറി അല്ലെ ഞാൻ പാടി കേൾപ്പിച്ചേനെ. ഇങ്ങനെ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു സോങ്ങാണ്. പിന്നെ അതിനകത്ത് തന്നെ വേറൊരു അന്ന് സന്ധ്യയ്ക്ക് നമ്മൾ ഡ്യുവറ്റ്
എനിക്ക് തോന്നുന്നു അതുപോലൊരു മനോഹരമായ ഒരു ലവ് സോങ്, ഒരു അല്ലെ അതൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് പരസ്പരം കാതിലോതുന്ന പോലെ അല്ലെ, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. ഇപ്പൊ ആൽബംസ് ഒന്നും വരുന്നില്ല അല്ലെ? അപ്പം ചേച്ചി ഇപ്പം കുറേ ആയിട്ട് ആൽബമിലൊന്നും പാടിയിട്ടില്ല. ആൽബംസ് എന്ന് വെച്ചാൽ ഡിവോഷണൽ നമ്മൾ നിറയെ പാടുന്നുണ്ട്. അല്ലാതെ ബേസിക് ആൽബം എന്ന് പറഞ്ഞത് മാർക്കറ്റ് നമ്മുടെ നാട്ടിൽ പൊതുവെ നോർത്ത് ഇന്ത്യയിൽ പിന്നെയും ഭേദമാണെന്ന് തോന്നുന്നു. സൗത്ത് ഇന്ത്യയിൽ ആൽബംസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്ര ഒരുപാടില്ല. അപ്പോൾ എൻ്റെ സ്വന്തം ആൽബം എന്ന് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത്ര നാളായിട്ടും. ബാക്കി ആൽബംസിൽ ഇപ്പോൾ കുറേ പിള്ളേരൊക്കെ ആൽബംസ് ചെയ്യുന്നതിൽ നമ്മളെ പാടാൻ വിളിക്കും, നമ്മൾ പാടാറുണ്ട്. ഇപ്പൊ ഈ തരങ്കിണി നേരത്തെ ദാസറിന് തരങ്കിണി സ്റ്റുഡിയോ അതിനകത്തൊന്നും നിറയെ ഒരുപാട് നല്ല നല്ല സോങ്സ് ഇതുപോലെ വരുമായിരുന്നു. അതിൽ ചേച്ചി ഒരുപാട് പാടിയിട്ടുണ്ടല്ലേ? തരങ്കിണി നിറയെ ഒരുപാട് പാടിയിട്ടുണ്ട്. രഘുവേട്ടൻ്റെ ആൽബം, ഗിരീഷേട്ടൻ്റെ ഐ തിങ്ക് ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ആൽബം. ഫസ്റ്റ് ഫിലിമിൽ ഇതിനു മുമ്പേ എഴുതിയാന്ന് തോന്നുന്നു. അതിൽ നല്ലൊരു വർക്കായിരുന്നു. പിന്നെ വിദ്യാധരൻ മാസ്റ്ററിൻ്റെ ചെയ്തിട്ടുണ്ട്, ഗ്രാമ മാസ്റ്ററിനെ പാടിയിട്ടുണ്ട്. ഇതൊക്കെ തരങ്കണിയുടെ ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ആൽബംസാണ്. ചേച്ചിയുടെ MG രാധാകൃഷ്ണൻ സാറിന്റെ ഒരു വർക്കുണ്ട്, ചേച്ചി ലളിത ഭയങ്കര ബ്രേക്കൊക്കെ തന്ന ഓടക്കുഴൽ ശ്വേതയുടെയും അതുപോലെ കോലക്കുഴലും. ഓടക്കുഴലും കോലക്കുഴലും രണ്ടും ഒന്നാണല്ലോ. ബ്രേക്ക് എന്ന പാട്ടുകൾ. ഉണ്ണികൃഷ്ണൻ. ഇപ്പൊ ചേച്ചിക്ക് എന്തായാലും പാടാൻ പറ്റില്ല ആ പാട്ട്. ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും. ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ആടിയത് വ്യാനുരാഖിലമാം രാസക്രീഡാ കഥയിലെ നായികയോടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും. ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഈ പാട്ട് പാടുമ്പോൾ ഒരു വെരി സ്വീറ്റ് മെമ്മറി. ഇത് ഒരു മാക്ട ഫംഗ്ഷന് ഞാൻ ഈ പാട്ട് പാടിയിരുന്നു. അപ്പോൾ ലോഹിതദാസ് സാർ ഉണ്ടായിരുന്നു. ലോഹിതദാസ് സാർ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, മോളുടെ മലയാളം ഇമ്പ്രൂവ് ചെയ്യണം, മലയാളം കുറേ ഇനിയും വായിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ മുമ്പ് ഞാൻ സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു, മോളുടെ മലയാളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊരു വളരെ സ്വീറ്റ് മെമ്മറിയാണ്. പിന്നെ ഞാൻ ഇനി ഒരാൾ ഇവിടെ എനിക്കറിയില്ല, നമ്മുടെ എല്ലാവർക്കും അറിയാമെന്നല്ല, സുജാത ചേച്ചിയും ശ്വേതയും നന്നായിട്ട് പാടുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ പിറകിൽ ഒരാളുണ്ട്, ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു സൈലൻ്റായിട്ടൊരു ഒരാളുമുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. അപ്പം ഞാൻ ശ്വേതയുടെ കോലക്കുഴൽ വിളിയായിട്ട് മോഹൻ ചേട്ടൻ പാടിയല്ലേ പാടി നമുക്ക് പാടി കേൾപ്പിക്കാം. ഓക്കെ, എൻ്റെ ഒരു ഫേവററ്റ് സോങ് അത്. കാരണം ശ്വേതയ്ക്ക് ഒരു പേര് വാങ്ങിക്കൊടുത്തത്, സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിക്കൊടുത്തത് നല്ലൊരു പാട്ട്. I'll sing the initial line. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. പാൽനിലാവ് പെയ്യുമ്പോൾ പൂങ്കിനാവ് നെയ്യുന്നു, എല്ലാം മറന്നു വന്നു ഞാൻ നിന്നോടിഷ്ടം കൂടാൻ. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ. This is a beautiful memory for me and all this. പ്രേക്ഷകർക്കും എന്താണെന്നറിയാം, ഇതുപോലെ അച്ഛനും മോളും കൂടി പാടിയത് കേൾക്കാനുള്ള ഒരു അവസരം. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു വെരി മച്ച് മോഹൻ ചേട്ടാ. പിന്നെ മോഹൻ ചേട്ടൻ്റെ അടുത്ത് വേറെ ഒരു കാര്യം,
പണ്ട് പാട്ടൊക്കെ ഇങ്ങനെ സുജാ ചേച്ചിക്ക് ഫോണിലൊക്കെ പാടി കൊടുക്കാറുണ്ടായിരുന്നല്ലോ പണ്ട് നൊസ്റ്റാൾജിക്. ഞങ്ങളെ ഒരു 1.5 വർഷത്തെ എൻഗേജ്മെന്റ് സമയത്ത് നിറയെ പാടി കൊടുത്തിട്ടുണ്ട്. ചേട്ടാ പിന്നെ മോഹൻ ചേട്ടൻ്റെ അടുത്ത് വേറെ ഒരു കാര്യം, പണ്ട് പാട്ടൊക്കെ ഇങ്ങനെ സുജാ ചേച്ചിക്ക് ഫോണിലൊക്കെ പാടി കൊടുക്കാറുണ്ടായിരുന്നല്ലോ പണ്ട് നൊസ്റ്റാൾജിക്. ഞങ്ങളെ ഒരു 1.5 വർഷത്തെ എൻഗേജ്മെന്റ് സമയത്ത് നിറയെ പാടി കൊടുത്തിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടും. അധികവും പാടിയിരിക്കുന്ന ഇതൊക്കെയാണ്. എന്താണ് ഹിന്ദിയാണ് കൂടുതൽ. തേരെ മേരെ സപ്നെ अब एक रंग है ओ जहाँ मिले जाए राहे हम संग है. ശ്വേത ഇനിയിപ്പോ ശ്വേത അശ്വിൻ എന്ത് പാട്ടാ എന്താ അങ്ങനെ പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. അച്ചു എനിക്ക് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഒരു പാട്ട് പാടാറുണ്ട്. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ कि जैसे तुझको बनाया गया है मेरे लिए. ഒരു കാര്യം ചെയ്ത് അശ്വിനും ശ്വേതയായിട്ടുള്ള ഇന്റർവ്യൂവിൽ അശ്വിനെ പഠിച്ചാൽ മതി. ഇത് അശ്വിനെ പഠിക്കാം. ഇത് ഇന്ന് അശ്വിനുണ്ടെങ്കിൽ അശ്വിനെയും കൂടി ഇരുത്തി പാടിക്കായിരുന്നു. ഇവർ രണ്ടുപേരും പാടുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ മോഹൻ ചേട്ടൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇത്രയേറെ അവഗാഹം ഉണ്ടെന്നും ഫാമിലി അതൊന്നും നമുക്ക് അറിയില്ല. അമ്മയൊക്കെ എത്ര നന്നായിട്ട്. എൻ്റെ അമ്മ ഒരു ക്ലാസിക്കൽ മ്യൂസിഷ്യനാണ്, ചെമ്പൈ ഒരു ശിഷ്യയാണ്. ഭയങ്കര അതുപോലെ അച്ഛനും പാടുമായിരുന്നു. എൻ്റെ സിസ്റ്ററും ഒരു കലാക്ഷേത്ര പ്രൊഡക്റ്റാണ്. ഷീസ് ഓൾസോ മ്യൂസിഷ്യൻ. അവിടെ മസ്കറ്റിൽ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ നല്ലൊരു സംഗീത അറ്റ്മോസ്ഫിയർ ആയിരുന്നു എപ്പോഴും. അപ്പോൾ ഞങ്ങൾ നിറച്ചും ഗാനമേളകളും പാട്ട് കച്ചേരികളും ഭജനകളൊക്കെ രാമചന്ദ്രൻ സാറിൻ്റെ അടുത്ത് പാലാ രാമചന്ദ്രൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാലം പഠിച്ചിരുന്നു, സീനിയർ കോഴിക്കോട്ടുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പിന്നെ കുറച്ച് കച്ചേരിയും ചെയ്തിരുന്നു ഇനീഷ്യലി. പക്ഷേ അത് ഇപ്പോൾ സാധകമൊന്നും ചെയ്യാത്തതുകൊണ്ട് നിർത്തി. ഇപ്പോൾ വെറും അതെ അഭിമാൻ വേണ്ടല്ലേ, ക്ലാഷ് ഒന്നും വേണ്ട. പക്ഷെ എന്നാലും മോഹൻ ചേട്ടൻ ഭയങ്കര ക്ലാസിക്കൽ. ചേച്ചിയും അടുക്ക് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമോ ക്ലാസിക്കലും ഒക്കെ? ക്ലാസിക്കൽ ഡിസ്കസ് ചെയ്യാറില്ല. എൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ സിംഗിങ് എന്താ പറയുക വൊക്കാബുലറിയോ വോട്ടെവർ ഇറ്റ് ഈസ്, എൻ്റെ ഹിയറിങ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത മോഹൻ്റെ ലൈഫ്. സിംഗിങ് മോൾഡ് ചെയ്തതല്ല, എൻ്റെ കാരണം മോഹൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഞാൻ പണ്ട് സിനിമ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ജാനകി മുസ്ലിമയുടെ പാട്ടുകൾ നമ്മൾ കേട്ട് മാത്രം അത് മാത്രമായിരുന്നു എൻ്റെ എന്താ പറയുക ഏരിയ. മോഹൻ വന്നതിന് ശേഷം വെസ്റ്റേണും ഗസൽസും ഹിന്ദി ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് റിപ്പർട്ടോയർ എന്തായാലും പറയുന്ന വാക്കറിയില്ല, അത് ഒരുപാട് കൂടി. അപ്പോൾ അതൊരു താങ്ക്സ്. പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അല്ലേ മോഹൻ ചേട്ടൻ. എപ്പോഴും നേരത്തെ സുജാ ചേച്ചി മാത്രമേ അക്കമ്പനി ചെയ്തായിരുന്നു, ഇപ്പൊ വന്ന് ശ്വേതയുടെ കൂടെ പോട്ടെ. അപ്പം മോഹൻ ചേട്ടൻ ഒരു പ്രൊഫഷൻ ഉണ്ട്, നല്ലൊരു പീഡിയാട്രീഷ്യൻ ആ മോഹൻ ചേട്ടൻ. അതിന്റെ ഇടയിൽ നിങ്ങൾ രണ്ടുപേരും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാ മോഹൻ ചേട്ടാ ഇതൊക്കെ? അതിന് ഒരു ഫൈൻഡ് ഔട്ട് ടൈം പ്രാക്ടീസ് കൊണ്ട് അതിൻ്റെ സമയത്ത് കൂടെ നടക്കുന്നുണ്ട്. പ്രാക്ടീസ് ഞാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞാനും പാട്ട് പാടുന്നുണ്ട്. ഞങ്ങളുടേതായ ചെറിയ ഷോസ് ഉണ്ട്. ചെന്നൈയിൽ ഇപ്പോൾ ഞങ്ങളൊരു സംഗമമുണ്ട്, ഒരു ഗെറ്റ് ടുഗദർ, ഒരു പഴയ പാട്ടിൻ്റെ ഒരു ആരാധകർ ഒരുമിച്ചുള്ള ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, ജ്ഞാനാവിഷ്കാരം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടി പഴയ പാട്ടുകൾ ഇങ്ങനെ പാടും. അപ്പോൾ നമുക്കൊരു റെജുവിനേഷനാണ്. ഇഷ്ടമുള്ള ഒരു പാട്ട് ഹിന്ദി മെലഡി നല്ലൊരു. അതെ, പഴയ ഒരു ഹിന്ദി ഒരു പഴയ റഫിയുടെ പാട്ട് ചഷ്മി ബുദ്ധൂറിൽ ഇടയ്ക്കിടയ്ക്ക് പാടുന്നതാണ്.
तेरी प्यारी प्यारी सूरत को किसी की नजर ना लगे चश्मे बदू. That's one of my favorites. ഇപ്പൊ ശ്വേത കുറേ പാട്ടുകൾ റഹ്മാനോട് പാടി റഹ്മാന് വേണ്ടി പാടിയിട്ടുണ്ട് അല്ലേ? കുറേ ജസ്റ്റ് 2 songs. 2 അല്ലോ. അതിന് മുമ്പ് ഞാൻ ഗുരു രാവണില് അല്ല, അതൊക്കെ ബാക്കിംഗ് വോക്കൽസ് അങ്ങനെ രണ്ടുപേരും ചേർന്ന്. അതിനകത്ത് പക്ഷെ ഇപ്പം റോബോ എന്ന് പറയുന്ന അത്രയും മെഗാ ഹിറ്റ്, അത്രയും മെഗാ എന്ന് പറഞ്ഞാൽ പോലെ അല്ലേ, അങ്ങനെയുള്ളൊരു ഹിറ്റ് മൂവിയില് ബൂം ബൂം റോബോ റോബോ അതൊക്കെ പാടാമോ? ഭയങ്കര ഹിറ്റാണല്ലോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ചിക്കി മുക്കി അഗ്നി വഴി വഴിയേ ഒരുവനിൻ കാതലിൽ പിറந்தவனோ ഏക്കിനിലേ പൂത്തവനോ എങ്കളിൻ കാതலை ചേർത്തവനോ തിരുമണ തിരുനാൾ തെരിയും മുന്നേ നീ എങ്കൾ പിള്ളയോ ചുറ്റി ചുറ്റി റോബോ ചുറ്റി ചുറ്റി റോബോ പൊട്ടി തൊട്ടിയെല്ലാം നീ പട്ടുക്കുട്ടിയോ ചുറ്റി ചുറ്റി റോബോ ചുറ്റി ചുറ്റി റോബോ പൊട്ടി തൊട്ടിയെല്ലാം നീ പട്ടുക്കുട്ടിയോ. എനിക്ക് ആക്ച്വലി ശ്വേത തെലുങ്ക് പാടിയില്ല റഹ്മാന്റെ, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അത് നമ്മുടെ മോഹൻചേട്ടന്റെ മൊബൈലില് റിംഗ് ടോൺ ആയിട്ട് ഒരു ശ്വേതയുടെ പാട്ടുണ്ട് ഇപ്പോഴും. അത് കുറച്ചു കാലം തമിഴ് പടം എന്ന പടത്തില് ഒരു നല്ലൊരു ഹിറ്റ് സോങ് ആണ് ശ്വേത. ഇത് രണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോങ്സ് ആണ്. കാരണം ഈ തെലുഗു സോങ് റഹ്മാൻ സാറിന് നമ്മുടെ യോദ്ധയിൽ ചെയ്തില്ലേ, അതിന്റെ ഒരു പടകാളിയുടെ അതിന്റെ ഒരു അത് നമ്മള് അതുപോലെ അതൊരു ഭയങ്കര സിമിലാരിറ്റി ഒക്കെ അത് നല്ല ഇൻട്രസ്റ്റിംഗ്. തെലുഗു അല്ലേ? നാട്ടിൽ പോയാലും ചുപ്പിലെ കൊട്ടടി ചീട്ടിക്ക് മാട്ടി മാട്ടി ചീട്ടി ധാട്ടക്ക് താക്കിന് ഊപ്പര കൊട്ടടി ധാട്ടക്ക് താട്ടി താട്ടി ചക്കില് ചേരെ ചക്കര കൊട്ടടി മീട്ടക്ക് മീട്ടക്ക് മനസ്സേ മീട്ടി മട്ടിന് ചെപ്പേ ചേ കൊട്ടിന വാടേ ദക്കര ചെറുകെ സിക്കുలు കരగే ప్రేమలు పెరిగాయా ప్రేమలు పిండగ నవ్వులు పండగ హోమ్లీ జంపును మళ్ళీ కొట్టాలే അങ്ങനെ എന്താ പറഞ്ഞത്? കുറെ മനസ്സിലായി അർത്ഥമല്ല, അതിലെന്തെങ്കിലും മീനിങ് ഉണ്ടോ? അതെ, ആക്ച്വലി ഇത് എന്താന്ന് വെച്ചാ ഫുൾ ഇങ്ങനെ കംപ്ലൈന്റ് ആണ്. ആ ഹീറോയിൻ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അവസാനം ഹീറോ അമ്മ തല്ലേന്ന് വെച്ചാ മലയാളത്തിൽ പറഞ്ഞു അമ്മ തള്ളേ നീ ഒന്ന് വായി മൂടാമോ നോൺ സ്റ്റോപ്പ് ആണ്. അതേപോലെയാണ് ഈ തമിഴ് പടം. അത് ഹരിഹരന്റെ കൂടെയല്ലേ പാടിയിട്ടുള്ളത്? അത് എല്ലാ കുറെ നമ്മുടെ ക്യാച്ച് വേർഡ്സ് ഇല്ലേ, ഇപ്പൊ അർത്ഥമില്ലാത്ത ക്യാച്ച് വേർഡ്സ് കുറെ പാട്ടുകളില്ലേ. ഇപ്പൊ നാക്കുമുക്ക അതിനൊന്നും ഒരു അപ്പൊ അങ്ങനത്തെ വേർഡ്സ് ഉള്ള എല്ലാ പാട്ടുകളിൽ നിന്നും ആ വേർഡ്സ് എടുത്തിട്ട് ഒരു പാട്ട് ഫോം ചെയ്തു. അതിന്റെ ഡയറക്ടർ അമുദൻ സാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണൻ എന്നാണ് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ പാട്ട് ഫോം ചെയ്തു. ഞാൻ ആ പാട്ട് കേട്ടപ്പോ ആദ്യം അത് ഹിന്ദിയാണോ തോന്നുന്നു, വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ആണോ? ഫ്രണ്ട്സിനും അത് ഫസ്റ്റ് മനസ്സിലായില്ല. ഫസ്റ്റ് ഓ മഹസിയാന്ന് തുടങ്ങിയപ്പോ അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ വേർഡ് കേട്ടിട്ടുണ്ടല്ലോ. പിന്നെയാണ് എല്ലാം ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോ ഓ ഇതാണോ ഇങ്ങനെയാണോ. അതും ഹരിഹരൻ സാറിന്റെ കൂടെയാ പാടിയ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഹരിജി അയ്യോ, ഞാൻ ഫസ്റ്റ് പാടിയപ്പോ ഹരിജി പാടിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അവര് ബോംബെ പോയി റെക്കോർഡ് ചെയ്തത്. അവസാനം പാട്ട് വന്നപ്പോ ഹരിജി ഇങ്ങോട്ട് പാട്ട് തന്നെ കളർ തന്നെ മാറ്റി. ഓ മഹസിയ മഹസിയ നാക്ക് മുക്ക് നാക്ക ഓ ശകലക്ക ഓ രുണ്ടക ഉല്ലാഹി ഉല്ലാഹി ആയക യാഹി യാഹി മെഹു മെഹു ഡാലാമോ രഹതുല്ല സോനാലിയോ. മിക്സഡ് വെജിറ്റബിൾ കറി മാതിരി എല്ലാം കൂടി ഒരു പാട്ടാണല്ലോ. ഭൂലോക സംഘം. അതെ അതെ, എല്ലാം ഉണ്ട് അല്ലേ. പിന്നെ പിന്നെ മോഹൻ ചേട്ടാ, ഞാൻ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, സുജാത ചേച്ചിയും പാടും നന്നായിട്ട്, ശ്വേതയും പാടും. അല്ലേ മോഹൻ ചേട്ടൻ്റെ ആരുടെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം? രണ്ടുപേരല്ല, രണ്ടുപേരും കുടുംബകലഹം ഉണ്ടാക്കാനുള്ള ചോദ്യമുണ്ട്.
ഞാൻ വന്നിട്ട് അല്ല പക്ഷെ എനിക്കറിയാം. അല്ല obviously the chicken comes first then the egg. അപ്പൊ ചിക്കനാണ് ഇഷ്ടം. സ്പെഷ്യലിസ്റ്റ് ആദ്യം നമുക്ക് കാണുന്നൊന്നുമില്ല ആക്ച്വലി വെജിറ്റേറിയൻ കേട്ടാ. അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ശരി, അങ്ങനെയൊന്നും അല്ലേ? അച്ഛൻ എപ്പോഴും അല്ല എനിക്കറിയാം. മോഹനവൾ എത്ര പാടിയാലും ഇനിയും നന്നാവണം. ഞാനൊരു തമാശ ബിക്കോസ് ഐ നോ ദാറ്റ് ബോത്ത് ഓഫ് യു ലവ് ഹെയർ സിംഗിങ് ഓൺലി. അതൊരിക്കലും ഒന്നും മാറ്റാനേ പറ്റില്ല. എത്ര നമ്മൾ എന്തെങ്കിലും ചെയ്താലും കുഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക അല്ലേ? പിന്നെ ഏറ്റവും വലിയ ഫാനും ശ്വേതയുടെ ഏറ്റവും വലിയ ഫാനും മോഹൻ ചേട്ടനും സുജാ ചേട്ടനും തന്നെയായിരിക്കും. അത് രണ്ടുപേരും അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം അച്ഛനാണ് ഏറ്റവും എന്നെ ഇങ്ങനെ എല്ലായിടത്തും മോള് പാടുന്നത്. ഈ പാട്ട് എന്റെ പാട്ട് റിലീസായ അപ്പൊ അച്ഛയാണ് ഫസ്റ്റ് പബ്ലിസിറ്റി കൊടുക്കുന്നത്. But one thing let me tell you, I never expected that she will sing. കാരണം അതെന്താ വെച്ചാൽ അത് പഠിപ്പിൻ്റെ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് ഫസ്റ്റ് ക്ലാസ് IIM അങ്ങനത്തെ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ സുജുവിനും അതായിരുന്നു ഇൻട്രസ്റ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ ഷീ വോണ്ട് ടു ബിക്കം സിംഗർ. പക്ഷേ ആ ഒരു വൺ നൈറ്റ് ഡിഫറൻസ് ലയണിൽ പാടാൻ പോയി, അതങ്ങനെ ഹിറ്റായി. അതങ്ങനെ ആദ്യം പാടിയത് ദീപുവിന്റെ ദീപക് ദേവിൻ്റെത്. പിന്നെ അത് അങ്ങനെ കഴിഞ്ഞ് കോലക്കുഴൽ ഒരു ഭയങ്കര ഒരു മന്ദരപ്പൂ രാജാസാറിന്റെ അതും അതിന്റെ അടുത്ത് തന്നെ കോലക്കുഴൽ വന്ന് അങ്ങനെ പിന്നെ അമ്മ മഴക്കാരന് അമ്മ മഴക്കാർ പക്ഷെ ജസ്റ്റ് കാസറ്റിൽ മാത്രമേ പക്ഷെ അതൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് പാടി തുടങ്ങി. ഞാൻ കുറേ പാടിക്കഴിഞ്ഞപ്പോഴും സ്റ്റിൽ എന്നെ തോന്നില്ലാതെ മനസ്സിന്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ഫിയർ എന്നെ എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എപ്പോഴും. ആക്ച്വലി ആദ്യം പാടി തുടങ്ങിയപ്പോൾ എനിക്ക് കാരണം നമുക്കൊരു ആസ് എ പേരൻറ് ജഡ്ജ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അവളുടെ സിംഗിങ് നല്ലത് എനിക്കറിയാം, നല്ലോണം പാടുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞ കുറച്ച് ബയസ്ഡ് ആയി പോകുന്നു. അപ്പൊ വെളിയിൽ ഞാൻ 2-3 പേര് ഒന്ന് ചോദിച്ചത് പാടുന്ന ശ്രീനിവാസ്, എൻ്റെ വലിയ ഫ്രണ്ടാണ്, ശ്രീനി എടുത്ത്. പിന്നെ ഒന്ന് ജയചന്ദ്രൻ ഇവരത്തൊക്കെയാണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയും. അപ്പോൾ അവർക്കുള്ള കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് ഓക്കെ ഷീസ് ഗുഡ്, ഈ ലൈനിലേക്ക് വിടാം. കാരണം അപ്പോൾ ഇനി ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഈ കുട്ടിക്ക് ഇത്രയുള്ള കപ്പാസിറ്റി ഇവർക്കൊക്കെ ഫസ്റ്റ് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ അവരുടെ ഒരു നല്ല ധൈര്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഈ ഫീൽഡിൽ ഒരുപാട് ഭാഗ്യം എന്ന് പറഞ്ഞൊരു കാര്യം വളരെയധികം അത് ഇറ്റ് വാസ് ഇൻ എ ഫേവർ ടച്ച് വുഡ് അറ്റ് ദ ടൈം. പിന്നെ ചേച്ചി ഇപ്പം അത് കഴിഞ്ഞിപ്പം ഇത് ലൈനിലേക്ക് വന്നതിന് ശേഷം ചേച്ചിയുടെ അടുത്ത് ചോദിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അമ്മയുടെ ഒരു ട്രെയിനിങ്ങും ഉണ്ടാവുമല്ലോ അല്ലേ? എസ്പെഷ്യലി ഒരു മെന്റൽ ഒരു സ്ട്രെങ്ത്. അതെ, അമ്മ എപ്പോഴും ഞാൻ എന്തെങ്കിലും വറിഡായ അപ്പൊ അമ്മ അത് വളരെ സിമ്പിളായിട്ട് എടുത്തു പറയാം. അതേമാതിരി ചേച്ചിക്ക് ശ്വേത ഒരു ഭയങ്കര സപ്പോർട്ടായിട്ടല്ലേ ഇപ്പൊ തോന്നുന്നത് അല്ലേ? ഭയങ്കര അല്ലേ? ബിക്കോസ് എപ്പോഴും ഒരു ഡോട്ടർ ആകുമ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രണ്ടായിട്ടും മാറുമല്ലോ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. കുട്ടികൾ എസ്പെഷ്യലി വലുതായി കഴിയുമ്പോൾ ഗേൾസ് നമ്മൾ യങ്ങറാവും. അതെ, നമ്മൾ അവരുടെ ഏജ് ഗ്രൂപ്പിന്റെ കൂടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു വയസ്സായി എന്നൊരു ആ ഒരു ലെവലിലേക്ക് പോയി താഴെ ഇവരുടെ കൂടെ ചിന്തിച്ചു തുടങ്ങും. അതെ, അതുകൊണ്ട് ഇപ്പൊ ചേച്ചിക്ക് പണ്ട് കുറച്ചിങ്ങനെ സ്റ്റേജ് ഫിയർ ഉണ്ടെന്ന് ചേച്ചി പറയും. ഭയങ്കര സ്റ്റേജ് ഫിയർ ആണെന്നൊക്കെ പറയും. സ്റ്റേജസ് എനിക്ക് ഭയങ്കര സുഖം. സ്റ്റേജ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് കൂടെ ഉള്ളപ്പോൾ ഭയങ്കര രസമാണ് അങ്ങനത്തെ സ്റ്റേജുകൾ. എനിക്ക് ഐ ഫീൽ സോ കംഫർട്ടബിൾ. അതല്ലേ, അത് ചേച്ചിക്ക് എങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി 6 years അങ്ങനെയൊക്കെ പാടാൻ തുടങ്ങി. നല്ല ഫ്രോക്കൊക്കെ ഇട്ട് പാടിക്കൊണ്ടിരുന്ന ചേച്ചിക്ക് എങ്ങനെ സ്റ്റേജ് ഫിയർ വന്നെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? സ്റ്റേജ് ഫിയർ ദാറ്റ്സ് ബിക്കോസ് നമ്മളെ ചെറുതിലെ പാടിക്കഴിഞ്ഞാൽ തന്നെ ദർ വാസ് എ ഗ്യാപ്പിൽ കുറച്ച് നാൾ പാടാതിരുന്ന് വരുമ്പോൾ ചെറുതിലത്തെ എക്സ്പെക്ടേഷൻസ്. അപ്പോൾ ഭയങ്കരമായിട്ട് പാടിയിരുന്നു എല്ലാവരും പറഞ്ഞ് കേൾക്കാം. ബേബി സുജാത ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ
ആ സമയത്ത് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഫുൾഫിൽ ചെയ്യണ്ടേ, ആ ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാടി തുടങ്ങി. ഞാൻ കുറേ പാടിക്കഴിഞ്ഞപ്പോഴും സ്റ്റിൽ എൻ്റെ തോളിൽ മനസ്സിൻ്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ഫിയർ എന്നെ എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോഴാണ് അത് ആക്ച്വലി കുറച്ചൊരു റിലാക്സ്ഡ് ആയ ലൈഫ് എന്ന് പറയാം. അതല്ലേ ശ്വേതയുടെ കൂടെയൊക്കെ ഒന്ന് ഇതായപ്പോൾ അവരുടെ ആ ഒരു എനർജിയൊക്കെ വെച്ചാൽ ഒരു ആ ഫിയറൊക്കെ മാറി. ഇപ്പോൾ ഒരു യങ് ജനറേഷൻ്റെ അവർക്ക് ഫിയർലെസ് ആണല്ലോ, പക്ഷെ അത്രയും ഫിയർ ഒന്നുമില്ല. അങ്ങനെ ശരി വരുന്നത് കാണാനുള്ള അറിയില്ല. അതെ അതെ പെർഫെക്ഷനിസ്റ്റ് ആയ അതാണ്. രണ്ടുപേരും ശ്വേതയും എനിക്ക് തോന്നുന്നു വളരെയധികം പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം ശ്വേതയുടെ സിംഗിങ്ങിൽ ആ ഒരു പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഇത് കാണാറുണ്ട്. പക്ഷെ അത് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ കൂടുതൽ എപ്പോഴും കുറേ മ്യൂസിക് എസ്പെഷ്യലി ജയൻ ചേട്ടൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ പെർഫെക്ഷൻ അത്രയും നോക്കണ്ട. കാരണം പെർഫെക്ഷൻ കൂടുതൽ നോക്കാൻ ആ ഒരു ഫീല് പോകും. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ലെറ്റ് ഗോ ചെയ്ത് പാടാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ മാറ്റാൻ നോക്കുക. ജയചന്ദ്രൻ ഒരുപാട് അവളെ സിംഗിങ്ങിൽ മോൾഡ് ചെയ്യാം ഡെഫിനറ്റ്ലി. പിന്നെ ഓഫ് കോഴ്സ് ഏറ്റവും അവളെ ഈ ഫീൽഡ് ഞാൻ പറയാവുന്ന ഞാനും കൂടെ അല്ല, അവളെ ഏറ്റവും ഈ സംഗീതം എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ഹരമാക്കി തീർത്തതെന്ന് പറഞ്ഞ ബിന്യ, അവളുടെ ഗുരു കൃഷ്ണകുമാർ ടീച്ചറാണ്. ബിന്നിയാണ് ആക്ച്വലി ശ്വേതയെ പാട്ട് അത് കറക്റ്റ് ഗുരു കറക്റ്റ് സമയത്ത് അമയഞ്ഞാൽ അവളെ ആ ലൈനിലേക്ക് സംഗീതം എന്താണെന്ന് മനസ്സിലാക്കി. ഇവളിപ്പോ ഞാൻ ഇവിടെ ഓടി നടന്ന് പാടുന്നത് ഇവിടുത്തെ വീട്ടിലത്തെ സ്ട്രെസ് സമയമായി ഇതൊക്കെയല്ലേ കാണുന്നത്. അപ്പൊ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവൾക്ക് വേറൊരു അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവാനുണ്ടായിരുന്നില്ല. കർണാട്ടിക് ക്ലാസിക്കൽ തന്നെ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഹിന്ദുസ്ഥാനിയും പഠിക്കുന്നുണ്ടല്ലേ ശ്വേത? അങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ചേച്ചി, ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ശ്വേതയ്ക്ക് അതിൽ കുറച്ചും കൂടി ഒരു ഫ്ലെയർ ഉണ്ടല്ലേ, ഹിന്ദുസ്ഥാനിയിൽ നല്ല ഫ്ലെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്വേതയുടെ സിംഗിങ്ങിൽ. അപ്പം കേൾക്കാറുണ്ട്, പക്ഷെ പഠിക്കാറുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതുവരെ പഠിച്ചിട്ടേ ഇല്ല. ജസ്റ്റ് ഫ്യൂ ക്ലാസ്സസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കർണാട്ടിക് തന്നെ ഞാൻ ഫുൾ എല്ലാം റെഗുലർ ആയിട്ട് പോയിട്ട്, ബിക്കോസ് ഇത്രയും ഒന്ന് കോളേജ് ഡേയ്സിൽ അതിൻ്റെതായ ഇതുണ്ടാവും. പിന്നെ ഇപ്പം അതുപോലെ അല്ലേ. പിന്നെ എങ്ങനെ ഇത് മറ്റേത് എഡ്യൂക്കേഷൻസ് ലൈൻ അത് MBA ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനി ടൈം ഒരു പ്രൊഫഷണൽ തിങ്ങും ഉണ്ടാവുന്നത് എപ്പോഴും ഹാൻഡി ആയിട്ട് ഉണ്ടാവുന്നത് നല്ലത്. പക്ഷേ എനിക്കറിയാം, ഞാനിങ്ങനെ കോർപ്പറേറ്റ് കമ്പനീസ് ഒന്നും വർക്ക് ചെയ്യാൻ പോണില്ല. പക്ഷെ മേ ബി ആ തിങ്കിങ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസിലൊക്കെ മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ് യു. പിന്നെ ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, വളരെ വെരി ഫ്യൂ ഡേയ്സ് അല്ലേ മാരേജിന്. അതൊക്കെ കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് എന്താ പാട്ടൊക്കെ എങ്ങനെയാ, ഈ സിംഗിങ്ങും ഈ പ്രൊഫഷനും കാര്യങ്ങളും ഇപ്പൊ എങ്ങനെ പോണോ അതേപോലെ തന്നെ. ഇൻഫാക്ട് അശ്വിൻ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ ഫോക്കസ് ആണ്. കാരണം അശ്വിൻ ഭയങ്കര പർട്ടിക്കുലറാണ്. ഞാൻ പാട്ടിന് ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ശ്വേതയുടെ ശ്വേതയുടെ വലിയ ഫ്രണ്ടിന്റെ ബ്രദറാണ് അശ്വിൻ. അപ്പോൾ ശ്വേതയുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ അശ്വിൻ ഉണ്ട്, ആരത്തി ഉണ്ട്, ഇവര്. അപ്പോൾ ശ്വേത പാട്ട് ഈ കൺഫ്യൂഷൻ സമയത്ത് ശ്വേത MBA ഒക്കെ പഠിച്ച് പോകണമെന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്വേത പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ശ്വേതയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ ആരതി അശ്വിനൊക്കെ. പാട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട്. അശ്വിന്റെ സിസ്റ്റർ ആണല്ലേ ആരതി, ശ്വേതയുടെ ക്ലാസ്, ശ്വേതയുടെ ബാച്ച്മേറ്റ് അല്ലേ? ബാച്ച്മേറ്റ്. ആരതി മാത്സ് ആണ് ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും അശ്വിൻ അത്രയും പാട്ട് ഇവളുടെ മ്യൂസിക് അശ്വിന് വലിയ ഇഷ്ടമാണ്. ഏതായാലും എനിക്ക് ഒരു പ്രാവശ്യം സുജാ ചേച്ചി പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പം മോഹന മാതിരിയുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ എക്സാക്ട്ലി മോഹൻചേട്ടനെ എങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സുജാ, അതുപോലെ തന്നെ അശ്വിൻ അതുപോലെ പാട്ട് സപ്പോർട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ വന്ന് അതൊക്കെ ഒരു ഈശ്വരാധീനമായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ ശ്വേത? ഞാൻ ചേച്ചിക്ക് പാടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു സോങ് ചേച്ചിയുടെ ഒരു തമിഴ് ഇഷ്ടപ്പെട്ട ഒരു സോങ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ഉണ്ട് തമിഴിൽ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരിക്കും അത്. മലയാളി, തമിഴ്, ഏതൊരു ആൾക്കും ഇഷ്ടപ്പെട്ട ഏതോ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എസ്പെഷ്യലി ലൈൻസ് വരും. അതെ, കപ്പൽ കവിഴ്ന്നതുമേ ഞാൻ അഴുതത് ஞாபகமே. പിന്നെ
சின்ன குழந்தையில் சேலை கட்டும் ஞாபகம், வெக்கம் வந்ததும் மூர்த்தையும். ஓகே. அம்மா கை கோர்த்து நடை பழகிய ஞாபகமே, தனியே நடை பழகி நான் தொலைந்தது ஞாபகமே, காகித கப்பல் கவிழ்ந்ததுமே நான் அழுதது ஞாபகமே, சின்ன குழந்தையில் சேலையை கட்டும் ஞாபகம், வெக்கம் வந்ததும் முகத்தை மூடும் ஞாபகம், ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் சில ஞாபகம் താലാട്ടും. ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ. അതിന്റെ ഓരോ ലൈനും ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? ഓർമ്മ നാമത്കുമാർ. പിന്നെ എനിക്ക് ശ്വേതയുടെ പാട്ടുകള് ഔസേപ്പച്ച സാറിന് വേണ്ടി പാടിയ നല്ല നല്ല പാട്ട്. അതെ, ഔസേപ്പ് അങ്കിളിന് വേണ്ടി ഞാൻ ഒരുപിടി നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആദ്യത്തെ പാട്ട് ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പക ചോട്ടിൽ നിന്ന കാറ്റിതെങ്ങ് പോയി, പൂങ്കാറ്റിതെങ്ങ് പോയി. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ പാവമായിട്ടൊരു ജസ്റ്റ് പാടി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് ഭയങ്കര അല്ല, അത് എനിക്ക് തോന്നുന്നു എന്നോട് ഒരു പ്രാവശ്യം ഔസേപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, ശ്വേത ഇങ്ങനെ വളരെ കുട്ടിയെ ശ്വേത പാടുന്നത്. അപ്പം പാട്ട് എങ്ങനെ പാടാൻ പറ്റും പാടി നോക്കിയപ്പോൾ ആ കുട്ടി വളരെ നന്നായിട്ട് പാടി. അപ്പോൾ പിന്നെ അതിനൊരു വേറെ ഒരു സംശയം പോലും ഉണ്ടായിരുന്നില്ല, അവളെ തന്നെയാണ് പാടണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔസേപ്പ് അങ്കിളും വളരെ എന്താ പറയാ, അതെ, യമുന വെറുതെ ആക്ച്വലി ഇവള് ഒരു സ്റ്റാർട്ടറിന് ആ സമയത്ത് പാടി തുടങ്ങിയിരുന്നല്ലേ ഉള്ളൂ. നല്ലൊരു ഹെവി സോങ് കൊടുത്തത്. ഇറ്റ് ഇസ് ആക്ച്വലി ശരിക്കും നന്ദി പറയണം ശ്വേത. കാരണം അന്ന് ആ ശ്വേതയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല. ഇതിനെക്കാട്ടും ഭേദമായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ബെറ്റർ വോയിസിലിരിക്കുമ്പോൾ ആണ് പോയത് സ്റ്റുഡിയോയില്. അവിടെ ചെന്നിട്ട് കോൾഡ് ആയിരുന്നു അന്ന്, ഭയങ്കര കോൾഡായിരുന്നു. ഇപ്പൊ കേട്ടറിയാം കൊണകൊണകൊണാന്നിരിക്കയില്. ശ്യാം സാർ ഡയറക്ടർ ശ്യാം സാർ ഔസേപ്പേട്ടനും കൂടെ ഇളവുന്ന ഇവള് കേട്ടപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ സങ്കടമുള്ള പാട്ടാണ്, ഇങ്ങനെ ഒരു ടോൺ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നിശ്ചയിച്ച് ശ്വേതയെ പാടിക്കായിരുന്നു ആ പാട്ട്. അത് ആക്ച്വലി അവൾക്ക് എന്ത് ഫിലിം ഭയങ്കര ബ്രേക്ക്. പിന്നെ അതുമല്ല, അത് ശ്വേത ഈ ശ്വേതയുടെ ഏജിലുള്ള ഒരു കുട്ടിയാണ് പാടിയത് എന്ന് പറയാനേ പറ്റില്ല. അത്രയും ഡെപ്തും ഉണ്ട് ആ സോങ്ങിന്, അത്രയും ഡെപ്ത് ഉണ്ടല്ലോ. സോങ്ങിന്റെ ഡെപ്ത് ആണ് ശരിക്കും. സോങ്ങിന്റെ ഡെപ്ത് അത് ശ്വേത അത് ഒരു ചിലപ്പോ ഇതുപോലെ ചിലപ്പോ പറയില്ലേ എന്താ ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ, അതുപോലെ ചിലപ്പോ അത് നന്നായി പോയി അല്ലേ. പിന്നെ ശ്വേതയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുണ്ടാവുമല്ലോ, ഭയങ്കര മനസ്സിലാക്കും ഇത് നന്നായിട്ട് വരും എന്നൊക്കെ തോന്നിയിട്ട് പിന്നെ അങ്ങനെ അത് അത്രയും ഹിറ്റ് ആയിട്ടുണ്ടാവില്ല, പ്രതീക്ഷിച്ച അത്രയും ഹിറ്റ് ആയിട്ടുണ്ടാവില്ല, അത്രയും റീച്ച് ഒന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഭയങ്കര ഇഷ്ടം ഉണ്ട്. ഞാൻ പാടിയതില്ലല്ലേ? ഷാൻ റഹ്മാന്റെ മറ്റേ നമ്മുടെ പട്ടണത്തിൽ ഭൂതം ആ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്, ഞാനും വിനീതും കൂടെ ചേർന്ന് പാടിയത്. അത് അച്ചിന്റെ ഫേവറേറ്റ് സോങ് ആണ്. അച്ചി എപ്പോഴും അത് ഐഫോണിലൊക്കെ ആരോക്കിനാവായി തലോടി ആകാശഗന്ധർവനോ ആരോക്കിനാവിൽ തുളുമ്പി ആരോമൽ പൂന്തിങ്കളോ തരാരേരേ താരേരേ തരാരേ തേരേ പേലിപ്പൂവേ ആരോക്കിനാവിൽ തുളുമ്പി
സോങ് ആണ്. നന്നായി ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഷാൻ. ഇപ്പൊ കേൾക്കുമ്പോ തന്നെ അറിയാം നല്ല അത്രയും നല്ലൊരു ഒരു എന്താ പറയാ ഒരു ഒഴുക്കുള്ള സോങ് ആണ്. അതേസമയം അതിനൊരു നല്ല ഫീലിങ്സ് അല്ല അതിന്റെ ഒരു ആ ഒരു ടച്ച് ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായിരുന്നു. ശ്വേത അത് നന്നായിട്ട് ശ്വേത പാടുമ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു പാട്ടും കൂടി ഉണ്ട്, കറൻസി എന്ന സിനിമയ്ക്ക് നമ്മുടെ കുരുക്ഷേത്ര മ്യൂസിക് ചെയ്ത സിദ്ധാർത്ഥ് വിപിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പയ്യനാണ്, പക്ഷെ നല്ലോണം മ്യൂസിക് ചെയ്തിട്ടുണ്ട് ആ പാട്ട്. അത് സിനിമയിൽ ദാസമാമയുടെ വേർഷൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ അവർ മിക്സ് ചെയ്തൊക്കെ എൻ്റെ വോയിസ് ഒക്കെ നന്നായിട്ട്. അകലെ നീലാംബരിയിൽ യാത്ര പറഞ്ഞകലും താരകമൂളുമൊരീണം അകമേ സാരംഗിയതിൻ കാതര തന്തികളിൽ ശോകവിമോകവിലാപം എഴുതി ജലരേഖ പോലിവിടെ ഒരു ജീവിതമാരോ. ഇതില് ഞാൻ ശ്വേത ഇപ്പൊ ഇത്രയും പാട്ട് പാടിയ ശ്വേതയുടെ പാട്ടുകളില് അതിനകത്ത് എനിക്ക് തോന്നിയതും അതിനെല്ലാത്തിനും ഒരു നല്ലൊരു ഫ്ലോ ഉണ്ട്. ശരിക്കും ഒരു നല്ല അതില് എവിടെയും ബ്രേക്ക് ഒന്നും വരാതെ അത് ഫ്ലോയിലാണ് ശ്വേത പാടുന്നത്. അതില് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ശ്വേതയുടെ. ഞാൻ ശ്വേത അടുത്തൊരു ചേച്ചിയുടെ സിംഗിങ്ങില് ശ്വേതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്ട് എന്താ, അത് ഫോളോ ചെയ്യണം, അത് എന്തായാലും റീറ്റെയിൻ ചെയ്യണം സിംഗിങ്ങിൽ. ഓബ്വിയസ്ലി അത് ചേച്ചിക്ക് അറിയാം എന്താ ആൻസർ. എനിക്കറിയാം, പ്രേക്ഷകർക്ക് അറിയില്ല. അല്ല പ്രേക്ഷകർക്കും ഡെഫിനറ്റ് ആയിട്ട് അറിയാം. എന്താന്ന് വെച്ചാൽ ശ്വേത എന്താ പറയാൻ പോകുന്നതെന്ന് അവർക്കറിയണ്ടാവില്ല. എനിക്ക് ചിലപ്പോ ഓക്കെ ഞാൻ ഒബ്വിയസ്ലി അമ്മയുടെ സിംഗിങ്ങിനകത്ത് അമ്മയുടെ ആയിട്ടുള്ള സ്റ്റാമ്പ് ആയിട്ടിരിക്കണേ, അമ്മയുടെ ആ എക്സ്ട്രാ ഒരു ഫീൽ അത് എങ്ങനെയാ വരണേന്ന് എനിക്ക് അല്ല, പക്ഷെ ആ അമ്മ ആ പാട്ടിന്റെ ഉള്ളിൽ നിന്നാണ് പാടുന്നത്. ഇപ്പം ജയചന്ദ്രന്റെ പാട്ടും രാത്കിളിതൻ. രാത്കിളിതൻ. പിന്നെ ഞാൻ ഇപ്പോൾ ഈയിടയ്ക്കൊരു പാട്ട് പാടി, കരയിലേക്കൊരു കടൽ ദൂരം, വിനോദിന്റെ മ്യൂസിക് ഫിലിം ഡയറക്ഷനിൽ ജയന്റെ ലേറ്റസ്റ്റ്. അത് നല്ലൊരു പാട്ടാണ്. ഇപ്പോൾ എനിക്ക് വേണേൽ ഈയിടയ്ക്ക് ഞാൻ പാടിയതിൽ എൻ്റെ വൺ സോങ് വിച്ച് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ ഒന്ന് രമേശ് നാരായണന്റെ ഫിലിമില് മകരമഞ്ഞ നല്ലൊരു പാട്ട്. ഇനി ഒരു പാട്ടും കൂടി ഉണ്ടല്ലോ രമേശിക്ക് വേണ്ടി പാടിയ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളത്, ഭാഗ്യശ്രീ. നല്ലൊരു പാട്ടാണ്. അതെ. പിന്നെ അതുപോലെ ഭയങ്കര ചേച്ചിയുടെ ആ ഒരു സ്റ്റാമ്പുള്ള ഒരു പാട്ടാണ് തട്ടം പിടിച്ച് വലിക്കല്ലേ. അത് രമേശിയുടെ. അതെ, രമേശ് അത് കേട്ടിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാനി സ്റ്റൈലിലൊക്കെ എന്തോ ആക്കിയൊക്കെ പാടുന്നത്, അവിടെ US പോയി പാടിയത് തട്ടം പിടിച്ചു. ഇംഗ്ലീഷ് ആൾക്കാർക്ക് വേണ്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചി നിങ്ങൾ രണ്ടുപേരും രാജാ സാറിന് വേണ്ടിയിട്ട് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ, രാജാ സാറിൻ്റെ മ്യൂസിക്കിൽ. അപ്പം ഇപ്പം ചേച്ചിയാണോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഒന്നും പറഞ്ഞില്ല. ആക്ച്വലി എന്നെ തമിഴ് ഫിലിം ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജാ സാറാണ്. ഞാൻ ഇതുപോലെ 12 വയസ്സുള്ളപ്പോൾ കവിക്കോയി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ആദ്യം പാടിയ. അപ്പോൾ രാജാ സാറിന് ഇപ്പോഴും ആ പഴയ എന്നെയാണ് എപ്പോൾ കാണുമ്പോഴും എന്തൊരു സ്നേഹം അറിയാമ. ഇപ്പോഴും രാജാ സാറിന് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ശ്വേത എൻ്റെ മോളാണ്. എന്നെ കാണുമ്പോൾ എല്ലാം എവിടെ വെച്ച് കണ്ടാലും എന്നെ വെച്ച് കാണുമ്പോൾ പറയും, ഉന്നോട് ഇപ്പോൾ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ തന്നെ ഉനക്ക് നീയേ ചിന്നത്, എനിക്ക് ഇത്രയും വയസ്സായ രാജാ സാറിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, നീയേ ചിന്നത് ഉന്നോടെ പൊണ്ണൊക്കെ കല്യാണമാ. എപ്പോഴും ആ ഒരു അറ്റാച്ച്മെന്റ് സ്നേഹം എപ്പോഴും ഉണ്ട്. എന്നിട്ട് ആദ്യം ശ്വേത പാടാൻ പോയപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല രാജാസാറിൻ്റെ അടുത്ത്, ഞാനായിട്ട് പറയണ ശരിയല്ലല്ലോ. അപ്പം ടിപ്പു എന്ന് പറഞ്ഞൊരു സിംഗറാണ്, ഹരിണിയും ടിപ്പു. അപ്പോൾ ടിപ്പുവിൻ്റെ അടുത്തൊരു റെക്കോർഡിങ്ങിൽ ഇരുന്നപ്പോൾ രാജസാർ ചോദിച്ചു, ഇനി ന്യൂ വോയിസസ് പുതുസാറാണ്, അതൊരു കുത്തുപാട്ടാണ് പറയുമ്പോൾ ഫാസം. അപ്പോൾ ടിപ്പു വെറുതെ ചേച്ചി പൊണ്ണിറുക്ക് സുചേച്ചിയുടെ മോളുണ്ട് പാടാനെന്ന് പറഞ്ഞപ്പോൾ അപ്പടിയാ കൂപ്പിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനപ്പോൾ ദോഹയിലായിരുന്നു, എവിടെയോ എബ്രോഡായിരുന്നു. ശ്വേത എനിക്ക് മെസ്സേജ് ചെയ്തു, അമ്മ രാജാ സാറ് വിളിച്ചേക്കണമെന്ന്. എനിക്ക് കിടക്കാൻ തുടങ്ങി, കാരണം രാജാ സാറിൻ്റെ ഒക്കെ പാടാറായോ അവളെന്നുള്ള വെപ്രാളായിരുന്നു.
പക്ഷെ അവള് പറയും എന്തൊരു സ്നേഹമായിരുന്നു രാജ സാർ ആദ്യത്തെ പാട്ട് തന്നെ. ഒരു സാധാരണ രാജ സാർ ഭയങ്കര സ്ട്രിക്റ്റാന്നൊക്കെ പറഞ്ഞേക്കും, ഇവളുടെ വളരെ സ്നേഹമായിട്ടാണ്. പിന്നെ എത്ര നല്ല പാട്ടുകൾ പാടി. മന്ദാരപ്പൂ ആദ്യത്തെ പാട്ട് തന്നെ മന്ദാരപ്പൂ മൂളി. സത്യേട്ടൻ്റെ സിനിമകളിലെ രാജ സാർ കോമ്പിനേഷനിൽ വന്ന ഒരുപാട് എല്ലാ സിനിമകളിലും നല്ല പാട്ടുകളുണ്ടായിരുന്നു. ഏതൊക്കെയാണ് നമ്മളെ പാട്ടുകൾ? ഇന്നത്തെ ചിന്താവിഷയം പാട്ട് അല്ലിപ്പൂവ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലിപ്പൂവ് അല്ലിപ്പൂവേ മല്ലിപ്പൂവേ അല്ലിപ്പൂവേ മല്ലിപ്പൂവേ ഇന്നിൽ വെള്ളിക്കാവിൻ മുറ്റത്തെങ്ങും നീയല്ലേ ചുണ്ടിൻ അല്ലിത്തേനോ വാങ്ങിടാൻ ഇന്നരികത്തോ കണിമുത്തേ നീയല്ലേ തൂമഞ്ഞിൻ കാലത്തോ നീരാടും നേരത്തോ വസന്ത ചെല്ലം തേടി പോരുന്നില്ലേ നീ. ഇപ്പം ശ്വേത വന്ന് അമ്മ പാടിയിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്, സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ, പിന്നെ ഇപ്പം യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ടല്ലോ. അപ്പം ശ്വേതയ്ക്ക് എന്താ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ശ്വേത എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എന്താ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ഡിഫറൻസ് ആ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ആണ്. ഐ തിങ്ക് സീനിയേഴ്സ് രാജാ സർ, ഔസേപ്പ് അങ്കിൾ, ജോൺസൺ അങ്കിൾ, വിദ്യാജി, ഇവിടെയൊക്കെ പാടുമ്പോൾ അവർക്കൊക്കെ എന്നുവെച്ചാൽ ദേ നോ വാട്ട് ദേ വാണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പാടിയ അവന് ഓക്കെ എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ യങ് ജനറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർ നമ്മളെ കംപ്ലീറ്റ്ലി അറ്റ് ഫ്രീഡം വിടും. അവർക്ക് ഇംപ്രവൈസേഷൻസ്, എക്സ്പെരിമെന്റേഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടം. ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്. അവര് കൂടെ ഇവര് കളിച്ച് ചിരിച്ച് പാടും, മറ്റേ സ്ട്രിക്റ്റ് ആയിട്ട് പാടിക്കും. അവരെല്ലാം ന്യൂവൻസ് അവർക്കറിയാം, ഇന്ന ഇത് വേണം, സ്ട്രിക്റ്റ് ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇത് വേണം, അപ്പം അത് തന്നെ വേണം അല്ലേ കൃത്യമായിട്ട്. സോ അത് ശ്വേതയ്ക്ക് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും അല്ലേ, ഇങ്ങനെ ഒരു രണ്ട് ഇത് വരുമ്പോഴത്തേക്കും. അവരൊക്കെ എനിക്കുള്ള സീനിയേഴ്സ് ഗുഡ് ടീച്ചേഴ്സ് ആണ് അല്ലേ. ഇത്ര എക്സ്പീരിയൻസ് അവർ പറഞ്ഞു കൊടുക്കണേ. ഇപ്പോൾ രാജാ സാറിൻ്റെ ഒക്കെ ഒരു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കീരവാണി മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം നമ്മൾ എഞ്ചിനീയറിൻ്റെ റൂമിൽ, റെക്കോർഡിംഗ് റൂമിൽ നിന്ന് നമ്മുടെ വോയിസ് AVM വോയിസ് റൂം കുറച്ചപ്പുറത്താണ്. ആ റൂമിൽ പോടതിനുള്ള ടേക്ക് പറയും. അപ്പോഴേക്കും പാട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും പാട്ട് റെഡി, ടേക്ക് എന്നാണ് നെക്സ്റ്റ്. അപ്പോൾ ഒരു 5 മിനിറ്റിൽ പാട്ട് റെഡിയായി പോയിരിക്കണം. അപ്പോൾ അതൊക്കെ ആ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ പഠിക്കണം നമ്മൾ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടുമ്പോൾ പ്ലസ് പുതിയ ആൾക്കാരുടെ കൂടെ നല്ല റിലാക്സ് ചെയ്ത് ചിരിച്ച് കളിച്ച്. അങ്ങനെയാണ്, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? ഈ 5 മിനിറ്റിലും 10 മിനിറ്റിലൊക്കെ ചേച്ചിയൊക്കെ പഠിച്ചത് അതിന് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ല, അല്ല 5 മിനിറ്റ്. പക്ഷെ എനിക്ക് തോന്നും യൂസ് ഓഫ് ടെക്നോളജിയും നമ്മുടെ സീനിയേഴ്സ് ഒരു പഴയ ഒരു വഴി ഉണ്ട്, ഒരു ഫുൾ ഇതിനകത്ത് പാടണം, ഒരു ഫുൾ ടേക്കില് ഒരു ഫുൾ പല്ലവി. അവർ പഞ്ചൊക്കെ ചെയ്യും, പക്ഷെ അത് ഭയങ്കര ഡിഫറെന്റ് അല്ല, അതിനെ പാടാൻ ഡിഫിക്കൾട്ടാണ്. ആ ഫീല് പക്ഷെ കൂടുതൽ അതിനകത്താണ് പഞ്ച് ചെയ്യുന്നത്. അത് ഒരു ലൈൻ കട്ടായിട്ട് വരുന്നതിനേക്കാളും അല്ലേ. ഇത്രയും സമയമൊക്കെ എനിക്കറിയാം ഇപ്പം എന്തുമാത്രം നിങ്ങളുടെ ഒരു ഭയങ്കര ബിസി ടൈമാണ്. കുറച്ച് ഇത്രയും സമയം നമ്മൾ തുടങ്ങിയപ്പം വളരെ കുറച്ച് സമയമായിരുന്നു ആലോചിച്ചിരുന്നത്, പക്ഷെ ഇത്രയും സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തു. അതിനൊരു ഭയങ്കര വലിയ താങ്ക്സ് എൻ്റെ പേരിലും പിന്നെ ACV പ്രേക്ഷകരുടെ പേരിലും എല്ലാവരുടെ പേരിലും ഒക്കെ. പിന്നെ ശ്വേത, ഈ ഒരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ശ്വേതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. അതന്നെ സിംഗിൾ ആയിട്ടുള്ള അതെ, ഫൈനൽ ഇതാണ്. ഇനിയൊരു ന്യൂ ഇത് വരാൻ പോവാണ്. എനിക്ക് അമ്മായിയമ്മയാവാൻ പോകും. അമ്മായിയമ്മയാവാൻ പോവാണ്. അപ്പം ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ശ്വേത, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്, പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. എല്ലാവരുടെയും അനുഗ്രഹം വേണം. തീർച്ചയായും. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി